ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് എങ്ങനെ ലിപ്സ്റ്റിക്ക് ലാസ്റ്റിംഗ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു 3 ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടുള്ളൊരു പാക്കാണ്. അത് സ്കിന്നിന് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും. അതിൽ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കടലപ്പൊടിയാണ്, പിന്നെ മിൽക്ക്, ഹണി. ഇത് മൂന്നാണ് യൂസ് ചെയ്യുന്നത്. ഇത് മൂന്നും നല്ലതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ കടലപ്പൊടി നമുക്ക് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്ന് ഓവറായിട്ട് ഓയിലി, നമ്മൾ പാക്ക് യൂസ് ചെയ്യുമ്പോൾ അതായത് ഓവറായിട്ട് ഓയിലി സ്കിന്നുള്ളവർക്ക് കുറച്ചൊന്നും അങ്ങോട്ട് ആ ഓയിലി റെഡ്യൂസ് ചെയ്യാനും, പിന്നെ നമ്മുടെ ഡാർക്ക് സർക്കിൾസ്, ഡാർക്ക് സ്പോട്ട്സൊക്കെ പതുക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അത് കുറക്കാൻ സഹായിക്കും. പിന്നെ നല്ലൊരു ടാൻ റിമൂവലാണ് കടലപ്പൊടി എന്ന് പറഞ്ഞാൽ. നല്ല ടാൻ റിമൂവലാണ്. സ്കിൻ വൈറ്റനിങ്ങിനും ഹെൽപ്പ് ചെയ്യും. ടാനൊക്കെ പോയി ക്ലീൻ ആകുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് വൈറ്റൻ ആവും. അപ്പോൾ കടലപ്പൊടി ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു പാക്കിൽ. പിന്നെ അടുത്തൊരു സാധനം നമ്മൾ എടുത്തിട്ടുള്ളത് ഹണിയാണ്. ഹണിയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു നേച്ചുറൽ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. നമ്മുടെ സ്കിന്നിനെ നാച്ചുറലായിട്ട് മോയ്സ്ചറൈസായിട്ട് ഒരു ഓയിലായിട്ട് നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യുന്നൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഹണി എന്ന് പറഞ്ഞാൽ. അത് മാത്രമല്ല നമ്മുടെ സ്കിന്നിന് നല്ല ഒരു ഗ്ലോയും അടിപൊളി, ഡെയിലി യൂസ് ചെയ്താൽ ലിപ്പിനും നല്ലതാണ്, സ്കിന്നിനും നല്ലതാണ് ഹണി. പിന്നെ നല്ലൊരു ക്ലെൻസർ എന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മൾ ഇങ്ങനെ മുഖത്ത് അപ്ലൈ ചെയ്യുക, ലിപ്പിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിഫ്രഷ്മെൻറ്റും, നമുക്ക് ക്ലീൻ ആവും. ടാനും അതായത് ചെറിയ ഇതൊക്കെ പോയിട്ട് നല്ലൊരു ക്ലീൻ സ്കിന്ന് നമുക്ക് ലഭിക്കും. പിന്നെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യണത് ഇതൊന്നും കുറച്ചൊരു അതായത് ഒരു ക്രീമി ടേസ്റ്റിൽ നമുക്ക് വരണമല്ലോ. അപ്പം നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത് മിൽക്കാണ്. മിൽക്കിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നതും പുറത്തോട്ട് അപ്ലൈ ചെയ്യുന്നതും ഒക്കെ നല്ല ഒരു കാര്യമാണ്. ഹണിയും അതേപോലെ തന്നെയാണ്. അപ്പോൾ ഈ മിൽക്ക് നമ്മൾ സ്കിൻ ബ്രൈറ്റ് ചെയ്യാനും സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാനും, പിന്നെ ഈ നമ്മുടെ ഏജ് ആവണ ആ ഒരു ഇതുണ്ടല്ലോ, നമുക്ക് ഓരോ വയസ്സ് കൂടുന്നതോടെ നമ്മുടെ സ്കിന്നിൽ മാറ്റം വരും. അത് നമുക്ക് ഒരു ചെറിയ തോതിൽ റെഡ്യൂസ് ചെയ്ത് പെട്ടെന്ന് ഏജ് തോന്നിക്കാത്ത രീതിയിൽ ആക്കിയെടുക്കാനും മിൽക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. മിൽക്ക് ഫേസിൽ പാക്കോ അല്ലെങ്കിൽ എന്ത് ഉണ്ടാക്കുമ്പോഴും മിൽക്ക് ഇങ്ങനെ ഇൻക്ലൂഡ് ആക്കണം നല്ലതാണ്. അപ്പോൾ നമ്മളെ 3 ഇൻഗ്രീഡിയൻറ്റും ഫലപ്രദമായ കാര്യമാണ് നമുക്കിന്ന് മനസ്സിലായി. അപ്പോൾ നമുക്കത് മിക്സിങ് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പാക്കിന് വേണ്ടിയിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു കടലപ്പൊടി, പിന്നെ ഹണി, നല്ലൊരു കുടത്തിൽ തേൻകുടാണ്, പിന്നെ മിൽക്ക്. നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു കടലപ്പൊടി ഇതിലേക്ക് ഇടാം. അതൊരു 2 ടേബിൾ സ്പൂണെങ്കിലും ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ പാല് മിക്സ് ചെയ്യുന്നതിന് പകരം ഫസ്റ്റ് നമ്മൾ ഹണിയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഹണി ഇതിൽ കുറച്ചിനുള്ളൂ, ഒരു 1 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി കേട്ടോ. മിൽക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്ക് ഒരു പേസ്റ്റ് രൂപത്തിലാണല്ലോ വേണ്ടത്. നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇനി വേണമെങ്കിൽ മിൽക്ക് ഒഴിച്ചാൽ മതി. നമ്മൾ മിക്സ് ചെയ്തിട്ട് ഈ ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ ആയിട്ടുണ്ട്. ഈ ഒരു ഇതിൽ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. നമുക്ക് കുറച്ച് ലൂസ്, ഇതേ ലൂസ് ഉണ്ടായിക്കോട്ടെ, ഇത് വേഗം ഡ്രൈ ആവും. കുറച്ച് ലൂസായാൽ കുറച്ച് നമ്മുടെ ഫേസിൽ നിന്നിട്ട് ഡ്രൈ ആയാൽ മതി. ഓക്കെ, നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം. നമ്മുടെ മിക്സ് കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്യാം. ഫേസിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്തു. പിന്നെ നമുക്ക് വാഷ് ചെയ്യുന്ന സമയത്തില്ലേ, ജസ്റ്റ് ഇങ്ങനെ ഇതിൽ നല്ല തരി ഉണ്ട്. സ്ക്രബ് ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് ചെറിയ മസാജ്, ഓവറായിട്ട് പ്രസ് ചെയ്ത് ചെറിയ മസാജ് ചെയ്തിട്ട് നമുക്ക് മുഖം വാഷ് ചെയ്താൽ നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും. നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ അതിൻ്റെ കൂടെ പോവുകയും ചെയ്യും. പിന്നെ ഇത് നമ്മൾ ചില ആളുകൾ കടലപ്പൊടി മാത്രം വെള്ളത്തിൽ കലക്കിയിട്ട് അപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് ഡ്രൈ ആയിട്ട് തോന്നും, ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യും. ഓയിലി സ്കിന്നുകാർക്കാണെങ്കിൽ അങ്ങനെ മതി. ബട്ട് നമുക്കിത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹണിയും മിൽക്കും യൂസ് ചെയ്തിട്ടുള്ളത്. മിൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറിജിനൽ
അതായത് പാക്കറ്റ് പാലൊക്കെ ആണെങ്കിൽ അതിന് നെയ്യും കാര്യങ്ങളൊക്കെ വേർതിരിച്ചായിരിക്കും. ഒറിജിനൽ പാലുണ്ടെങ്കിൽ അതാണ് ബെറ്റർ. അതിലാണെങ്കിൽ നെയ്യും കാര്യങ്ങളൊന്നും വേർതിരിക്കാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു മോയ്സ്ചറൈസഡ് നമുക്കിതിൽ കിട്ടും. മിൽക്കിലും കിട്ടും, ഹണിയിലും കിട്ടും. അപ്പോൾ അതിനാണ് നമ്മൾ ഹണി ഈ ഒരു പാക്കിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈ ആവണ പ്രശ്നമില്ല. അല്ലാതെ പക്ഷെ നമ്മൾ വെറും പാക്കാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മോയ്സ്ചറൈസർ ഇടേണ്ടി വരും വാഷിന് ശേഷം. അതിൻ്റെ ആവശ്യമില്ല. നല്ലൊരു ഗ്ലോയും സോഫ്റ്റും ഒരു ബ്രൈറ്റനിങ്ങും തോന്നും. പിന്നെ നമ്മൾ എല്ലാം ഒരു ദിവസം തന്നെ അപ്ലൈ ചെയ്ത് വിചാരിച്ചാൽ നമുക്ക് ഭയങ്കര മാറ്റം സംഭവിക്കില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പാക്കുകളും മാറ്റി കൊടുക്കുക. ഓരോ പാക്സ് ഞാനതിൽ കാണിക്കുക വീഡിയോസിൽ. പാക്കും മാറ്റി കൊടുക്കണം. നമ്മുടെ സ്കിൻ ബെറ്റർ ആണെങ്കിൽ കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, നമുക്ക് ഇതൊരു 20 മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ ഡ്രൈ ആവും. ഓവറായിട്ട് ഡ്രൈ ആയി വെക്കരുത്. പിന്നെ വാഷ് ചെയ്തിട്ട് കാണാം. ഓക്കെ, അപ്പം മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്ക്രബ് ചെയ്തിട്ട് തന്നെയാണ് വാഷ് ചെയ്തത്. നമ്മൾ ഡെയിലി മുഖം സ്ക്രബ് ചെയ്യുന്ന അത്ര നല്ലതല്ല. സോഫ്റ്റായിട്ടുള്ള എന്തുണ്ടെങ്കിലൊക്കെയാണ് ഓക്കെ. പിന്നെ നമ്മൾ ഇതിപ്പോൾ മോയ്സ്ചറൈസർ എപ്പോഴും യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഡ്രൈ സ്കിന്നുകാർക്ക്. ഓയിലി സ്കിന്നുകാർക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ മോയ്സ്ചറൈസർ വീണ്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓൾക്ക് ഇങ്ങനെ സ്കിന്നിൽ അബ്സോർവ് ആയിട്ട് പോകുന്ന ടൈപ്പൊക്കെ. നമുക്ക് കുറച്ച് ഈ ഡ്രൈ സ്കിന്നിന് കുറച്ച് ഓയിലി ആയിട്ടുള്ള ടൈപ്പ് മോയ്സ്ചറൈസറൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഫേസ് വാഷ് ഇട്ട് ഒരിക്കലും വാഷ് ചെയ്യരുത്. ഒരു കാര്യം എന്താ പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ഹെർബൽ, അതായത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ മൂവ് ചെയ്യണം. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഫേസ് വാഷും അതേപോലെ കെമിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും രണ്ടിൻ്റെ എഫക്റ്റും കിട്ടില്ല. കാരണം നമ്മൾ നാച്ചുറൽ ഈ ഹെർബലിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ സാവകാശം റിസൾട്ട് വരുള്ളൂ എന്നുണ്ടെങ്കിൽ പെർമനൻ്റ് ആയിട്ട് അവിടെ നിൽക്കും. ബട്ട് നമ്മൾ കെമിക്കൽസ് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. പക്ഷെ അത് ഉപയോഗം നിർത്തി കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് അതേപോലെ കൊഴിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഹെർബൽ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്ററും നമ്മൾ സ്കിന്നിനും നല്ലത്. ബട്ട് വേഗം സ്കിന്ന് ഡാമേജ് ആവും. അപ്പോൾ നമ്മൾ സ്കിന്നിൽ നമ്മുടെ ഹെർബൽ യൂസ് ചെയ്യുന്ന സമയത്ത് കെമിക്കൽസ് യൂസ് ചെയ്യാതിരിക്കുക. നോർമൽ നാച്ചുറൽ പ്രോഡക്റ്റ്സ് മാത്രം യൂസ് ചെയ്തിട്ട് പോവാം. അപ്പോൾ നല്ല ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വേറൊരു റെമഡി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം. ഓക്കെ, ബൈ.